ബാലേന്ദ്ര എന്താ ഇതൊക്കെ? എന്താണെന്നോ പറയാം. നിങ്ങളുടെ മൂത്ത മോളെ വിളി, ശാരികെ. ശാരി ആ വിളിക്കുന്നേ. അതിങ്ങെടുത്തോ. ശാരിക മോളെ, ആ ബാലചന്ദ്രൻ ഹോട്ടലിൽ കുറെ ആൾക്കാരെയും കൂട്ടി വന്നേക്കുവാ. എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ചേച്ചി ദൈവ ചിത്രങ്ങൾക്ക് മുമ്പിൽ വിളക്ക് വെച്ച് പ്രാർത്ഥനാ വിശുദ്ധിയോടെ നാട്ടുകാർക്ക് അന്നം വിളമ്പിയിരുന്ന കുടുംബശ്രീ ഹോട്ടലിൽ ഇനി മുതൽ മാടിനെ വെട്ടി ആവശ്യക്കാർക്ക് തൂക്കത്തിന് കൊടുക്കും ശാരദാമ്മേ. കുടുംബശ്രീയും അതിനോട് ചേർന്ന് നിൽക്കുന്ന നിങ്ങളുടെ വീടും കുളം തോണ്ടുമെന്ന് ശപഥം ചെയ്ത് നടന്നിരുന്ന എന്റെ ചേച്ചി രാജേശ്വരിക്ക് വേണ്ടിയുള്ള ഒരു പക വീട്ടിലായതെന്നൊന്നും നിങ്ങൾ ധരിച്ചുകളയല്ലേ. രാജേശ്വരിക്ക് രാജേശ്വരിയുടെ ജീവിതം, ബാലചന്ദ്രന് ബാലചന്ദ്രന്റേതും. നിങ്ങളുടെ ഭർത്താവ് ഗോപാലകൃഷ്ണനെ കബളിപ്പിച്ച് ഞാൻ സ്വത്ത് മുഴുവൻ കൈക്കലാക്കിയെന്ന് നാട്ടുകാര് പറഞ്ഞ് നടക്കുന്നുണ്ട്. പറഞ്ഞാലേ എനിക്ക് പുല്ല്. ഈ കാശെന്ന് പറയുന്നതേ ഒരു ചക്രവാ. അതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. കറങ്ങി വന്ന് വീഴുന്നത് മിടുക്കുള്ളവന്റെ കയ്യിലേക്കായിരിക്കും. പക്ഷേ ബാലചന്ദ്രന്റെ കയ്യിലുള്ള ചക്രം മറ്റൊരുവന്റെ മടിശിയിലേക്ക് ചെന്ന് വീഴാൻ ഈ ബാലചന്ദ്രൻ സമ്മതിക്കില്ല ശാരദാമ്മേ. ഈ കോഴിക്കോട് പോലുള്ള ഒരു ഹോട്ടലിന്റെ ആധാരം കൈ കൊടുത്ത് നിങ്ങൾ നിങ്ങളുടെ മോളെ എന്റെ അടുത്തേക്ക് വിട്ടിരുന്നല്ലോ. രൂപ 2 ലക്ഷമാ ഞാൻ അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തത്. അത് ചോദിച്ചു വിളിച്ച ഇപ്പൊ എന്താ പ്രതികരണം എന്ന് അറിയാവോ? ആ ദേ വന്നല്ലോ നിങ്ങളുടെ മോള്. ചോദിച്ചു നോക്ക്. പിന്നെ ആൾക്കാരൊക്കെ നിൽക്കുമ്പോ ചോദിക്കണ്ട. ശാരദാമ്മയുടെ മാനം പോയെന്നിരിക്കും. അത്ര നല്ലതല്ല മോളുടെ നാവ്. എന്റെ അടുത്തേക്ക് പണം ചോദിച്ച് മോളെ പറഞ്ഞയക്കുമ്പോ ശാരദാമ്മയും ശാരദാമ്മയുടെ മോളും പലതും പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ ബിസിനസ്സും മറ്റു കാര്യങ്ങളുമായിട്ട് ബാലചന്ദ്രൻ കൂട്ടിക്കൊടുക്കാറില്ല. ഒരാഴ്ച കാലാവധിയിൽ പണം പലിശ സഹിതം തന്നു തീർക്കാമെന്ന് ശാരിക മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ട് തന്നിട്ടുള്ളതാ. ആ സമയപരിധി ഇന്നലെ തീർന്നു ശാരദാമ്മേ. അയ്യോ, ദാ ഈ പണം നീ എടുത്തു. പകരം ദാ ഈ മുദ്രപത്രത്തിൽ ഒരു ഒപ്പിട്ടേക്ക്. ആ പലിശയായിട്ട് നയാ പൈസ നീ തരണ്ട. ഇത് നമ്മൾ തമ്മിലുള്ളൊരു സ്നേഹബന്ധത്തിന്റെ ഒരു കരാറാണെന്ന് കൂട്ടിയാ മതി. അതുകൊണ്ട് ഞാൻ ഈ ഹോട്ടലിങ് എടുക്കുവാ ശാരദാമ്മേ. ബാലേന്ദ്ര ചതി, ഇത് ചതി അമ്മേ. ഞാൻ ഒപ്പിട്ട മുദ്രപത്രത്തില് ഒന്നും എഴുതിയിട്ടില്ല. പലിശയുടെ കാര്യമൊന്നും വേണ്ടെന്നാ ഈ ബാലേന്ദ്രൻ പറഞ്ഞത്. മുതല് തിരികെ കൊടുക്കാൻ കാലാവധിയും പറഞ്ഞിട്ടില്ല. നിങ്ങളെല്ലാരും കേട്ടോളാം കേട്ടോ. ഒന്നും എഴുതാത്ത മുദ്രപത്രത്തില് ഒപ്പിട്ട് തന്നോന്ന് അങ്ങനെ ആരെങ്കിലും ചെയ്യോ? 5-5.5 അടി പൊക്കത്തിലുള്ള ഈ മുതലേ ഇന്നലെ ചന്ദ്രനിൽ നിന്ന് വന്നതൊന്നും അല്ലല്ലോ, അല്ലേ?
പിന്നെ പലിശ വേണ്ടാന്നും മുതലിന് കാലാവധി ഇല്ലാന്നും പറഞ്ഞത്. അതിനൊക്കെ ഉള്ള മുതലുണ്ടോ? ആ കസേരങ്ങ എടുത്തേ. ഇവിടെ ഇട്. ഇനി ഞാൻ ഈ പറയുന്നതൊക്കെ കള്ളമാണെന്നിരിക്കട്ടെ, എന്നാ നിങ്ങളത് കോടതി തെളിയിച്ചാ മതി. ആ അസിസ്റ്റന്റ് കമ്മീഷണറെയോ അവളുടെ കുഞ്ഞമ്മയുടെ മോളെയോ ആരെ വേണേലും കൊണ്ടുവന്നോ, ബാക്കി ബാലചന്ദ്രൻ നോയിക്കോളാം. തൽക്കാലം എന്റെ തീരുമാനം എന്താന്ന് വെച്ചാൽ ഈ കൂനാച്ചി പോലെ ഒരു ഇറച്ചിക്കട തുടങ്ങാനായിട്ട് എവന് ഈ ഹരീഷിന് വിട്ടുകൊടുക്കാനായിട്ടാ. എവനാണെങ്കി ഇപ്പൊ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ബാലേന്ദ്ര, നീതികേടാ ഇത്. നീതികേട് അല്ലേ ശാരദാമ്മേ? ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സാവകാശം അനുവദിക്കോ സന്മനസ് കാട്ടുകയോ ചെയ്താലും ബാലചന്ദ്രൻ കണ്ണിച്ചോരയില്ലാത്തവനെന്നേ നാട്ടുകാര് പറയും. അത് സാരമില്ല, എന്റെ മനസാക്ഷി. ശാരികേ, കേട്ടല്ലോ? എന്റെ ഔദാര്യത്തിന് ഞാനൊരു സാവകാശം തരുക. ഒരാഴ്ച, ഒരേ ഒരാഴ്ച. അത് കഴിഞ്ഞാ ഇവിടെ ഈ ഹോട്ടലിന് പകരം ഇറച്ചിക്കട. പേരൊന്നും മാറ്റുന്നില്ല. കുടുംബശ്രീ ഹോട്ടലിന് പകരം കുടുംബശ്രീ മീറ്റ് സ്റ്റാൾ. ന്യായവിലയ്ക്ക് ആടും കോഴിയും പോത്തും താറാവും പന്നിയും. പക്ഷേ അതുവരെ ഈ ഹോട്ടൽ ഇവിടെ തുറന്നു വെക്കാൻ പറ്റില്ലല്ലോ. എന്റെ സ്വന്തം മുതലായതുകൊണ്ട് ഞാനിതങ്ങ് പൂട്ടുക. അയ്യോ, ഒരാഴ്ചക്കുള്ളിൽ പണവും പലിശയും തന്ന് ആധാരം തിരിച്ചെടുക്കാൻ പറ്റൂന്നുണ്ടെങ്കിൽ നിങ്ങൾ തുറന്നോ. ഹരീഷേ, ശ്രീതേ, നിങ്ങൾ ഈ ആടിനെയും പോത്തിനെയും കോഴിയൊക്കെ സോറി ഈ ആൾക്കാരെയൊക്കെ ഒന്ന് ആട്ടിത്തെളിച്ച് വെളിയിലേക്ക് ഇറക്കിക്കേ. ഇറങ്ങടോ. വേട്ടനാട്ട് ഇറങ്ങാൻ. ബാലേന്ദ്ര, ഇത് ചതിയാ. ശങ്കരേട്ടനൊന്ന് മനസ്സിലായായിരുന്നോ? എന്നാലേ ഒന്ന് പെട്ടെന്ന് ഇറങ്ങി സഹായിച്ചാട്ടെ. അയ്യോ ശങ്കരേട്ടാ, നിങ്ങളോടും കൂടിയാ പറഞ്ഞത്. നിങ്ങളെ ഇതിനകത്തോട്ട് പൂട്ടാൻ ഞാനിവിടെ മൃഗശാലയൊന്നും തുടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. ചായ അടിയും ദോശ ചുടുന്നൊക്കെ നിർത്തിയിട്ട് ഇറച്ചി വിട്ടാനൊക്കെ പഠിക്കേ. എന്നാൽ ഇവിടെ എന്തെങ്കിലും ജോലി തരുന്ന കാര്യം ഞാൻ ആലോചിക്കാം. ഇനി ശാരദാമ്മയും മക്കളും പുറത്തേക്കൊന്ന് ഇറങ്ങിത്തരാൻ തിരുവള്ളം ഉണ്ടാവണം. ആ ബാക്കിലെ വാതിലൊന്ന് കൂട്ടടാ. വരണടാ. അധികം തന്നെ.
ശാരദാമ്മേ കേട്ടല്ലോ, ഒരാഴ്ച. ബാലചന്ദ്രന്റെ മനസാക്ഷിക്ക് അതിൽ കൂടുതൽ നീളമില്ല. പറഞ്ഞ അവധി കഴിഞ്ഞാൽ കുടുംബശ്രീ ഹോട്ടലിലെ ചോരയൊഴുകും. ഈ മാടിന്റെയൊക്കെ അതുവരെ ഇത് ബാലചന്ദ്രന്റെ പോക്കറ്റിൽ കിടക്കും. അത് ഈ പോക്കറ്റിൽ നിന്ന് വാങ്ങിച്ചെടുക്കുക എന്നുള്ളത് ശാരദാമ്മയുടെയും മക്കളുടെയും മിടുക്ക് പോലെ ഇരിക്കും. നീ എന്താ പറഞ്ഞ? ഇനി നിനക്ക് ഫോൺ ചെയ്താ എന്റെ കൈയും കാലും വെട്ടുമെന്ന്. ഓഫീസിലോ വീട്ടിലോ ഞാൻ ഇരിക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ അവിടെ വന്ന്. അത്രയൊന്നും ബുദ്ധിമുട്ടാൻ പോകണ്ടടി. ഞാൻ ഇവിടെ ഉണ്ടാവും, നിന്റെ കൺമുന്നിൽ. ഇവിടെ ഇട്ട് ഞാൻ ആടിനെയും പോത്തിനെയും കാളയും വെട്ടും. ഗതികേട് വരുമ്പോ നീയും ഇറങ്ങി വരും. നിന്നെയും വെട്ടി ഇറച്ചി വിലയ്ക്ക് തൂക്കി വിൽക്കും ഞാൻ. ബാലേന്ദ്രനാടി പറയുന്നത്. വാടാ. ശാരദാമ്മേ, സൈക്കിൾ റേസോ? പത്രച്ചായൻ എന്തേ പറയുന്നേ? സ്പോർട്സുമായിട്ട് എനിക്കെന്ത് ബന്ധം? സ്പോർട്സുമായിട്ട് ബന്ധമൊന്നും വേണമെന്നില്ലേ വാമേ? ഈ പത്രമായിട്ടും ധരിക്കണം നിർമ്മലയായിട്ടുള്ള ബന്ധം മതി. എന്റെ അപ്പൻ ചീമേനി അവതോയുടെ ഓർമ്മയ്ക്കായി നടത്തുന്ന സൈക്കിൾ റേസാ. അതും നമ്മുടെ സെന്റ് മേരീസ് ടിംബർ മില്ലിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച്.
അതിന് അത് കുട്ടിച്ചായന് സൈക്കിളോട്ട് എന്താ ബന്ധം? അയ്യോ, ഒരു ബന്ധവുമില്ല രാഘവേട്ട. സൈക്കിളിൽ കയറാൻ പോലും അങ്ങേർക്ക് പേടിയായിരുന്നു. പിന്നെ റേസ്. ഇതിപ്പോ സംഗതി എന്താണെന്ന് വെച്ചാ, നമ്മൾ മറ്റുള്ളവർ നടത്തുന്നത് തന്നെ എന്തെങ്കിലും നടത്താമെന്ന് വെച്ചാ ഒരു ജനശ്രദ്ധ കിട്ടൂല. ഈ ക്രിക്കറ്റ് ഫുട്ബോളും ഒക്കെ നാട്ടുപുറത്തെ ക്ലബ്ബുകാർ തന്നെ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചിന്തിക്കണ്ടേ? അതിനാ സൈക്കിളെ കയറി പിടിച്ചത്. എങ്ങനെയാണ് എന്റെ ഐഡിയ? ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷേ എന്നെ ഒന്ന് ഒഴിവാക്കി തരണം. അയ്യോ, ഇത് വലിയ കാര്യമൊന്നുമല്ല ഭാമേ. റേസ് തുടങ്ങുന്നതിന് മുമ്പേ ഒരു വിളക്ക് അങ്ങോട്ട് കൊളുത്തി ഒരു ഉദ്ഘാടനം, പിന്നെ ജയിച്ചു വരുന്ന അയാൾക്കൊരു സമ്മാനദാനം. സമ്മാനത്തുക 2,22,222 രൂപയാ. ഓ, ആ, പത്രോച്ചായൻ അത്രയും കാശ് മുടക്കണമെങ്കിൽ അതിലും വലിയ പ്രതീക്ഷകൾ എന്തെങ്കിലും കാണാതിരിക്കില്ല ഭാമേ. നീയായിട്ട് അത് തല്ലിക്കെടുത്തണ്ട. രാഘവേട്ടന് കാര്യം പിടികിട്ടി. ബിസിനസ് അത് ഞങ്ങള് ചീമേനി കുടുംബക്കാരുടെ ചോരയിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള. ഓ, അതിന് ഭാമി ഒരു സഹായം ചെയ്യുന്നതാണെന്ന് കരുതിയാ മതി. പിന്നെ സ്പോർട്സുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടായിട്ടാണോ കായിക മത്സരങ്ങൾക്കൊക്കെ മന്ത്രിമാര് സമ്മാനദാനം നിർവഹിക്കുന്നത്? വിദ്യാഭ്യാസ മന്ത്രിയാവാൻ വിദ്യാഭ്യാസം വേണമെന്നുണ്ടോ? പത്രസായതുണ്ടായിരുന്നേ. ഓ ഭാമേ, അതെ, ഒരു അരമണിക്കൂർ അത് കഴിഞ്ഞ് നിനക്കിട്ട് പോരാം. നിർമ്മല, സമ്മതിക്ക് ഭാമേ. നമ്മുടെ പത്രോച്ചായനും നിർമ്മലയ്ക്കും വേണ്ടിയല്ലേ? ഓ, ശരി. ഷാരി ചേച്ചി എന്താ ഈ പറയുന്നേ? കുടുംബശ്രീ ഹോട്ടലിൽ ബാലേന്ദ്രൻ വന്ന് പൂട്ടിയെന്നോ? അതിന് അയാൾക്ക് എന്ത് അധികാരാ ചേച്ചി? പണം കടം വാങ്ങിയെങ്കിൽ അത് തിരിച്ചു കൊടുക്കുമ്പോ ബാധ്യത തീരില്ലേ? മാത്രമല്ല, കടം വീട്ടാൻ ഒരു കാലാവധി ഇല്ലേ? ഞാൻ ഒപ്പിട്ട് കൊടുത്ത മുദ്രപത്രത്തില് ഒരാഴ്ചത്തെ കാലാവധിയ ശാലിനി അയാൾ എഴുതി ചേർത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ ഒരു ബാധ്യത ഇല്ലെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് വായിച്ചു നോക്കിട്ടല്ലേ ചേച്ചി ഒപ്പിട്ടത്? ഞാൻ ഒപ്പിടുമ്പോ ഒന്നും അതിൽ എഴുതിയിട്ടില്ലായിരുന്നു. പിന്നെ അയാള് സ്വന്തം ഇഷ്ടത്തിന് ഓരോന്ന് എഴുതി ചേർത്തതാ. ഇതുപോലത്തെ ബുദ്ധിമോശം ആരെങ്കിലും ചെയ്യോ ചേച്ചി? എനിക്കിത്തരം കാര്യങ്ങളിലൊന്നും വലിയ പിടിയില്ലെന്ന് നിനക്കറിയാലോ. എങ്കിൽ അക്കാര്യം എന്നോട് പറയായിരുന്നില്ലേ? ഞാൻ കൈകാര്യം ചെയ്യുമായിരുന്നില്ലേ? അയാളുമായിട്ട് ഈ ഇടപാട് നടത്തിയെന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ മുന്നറിയിപ്പ് തന്നതാ, ഇത് ഇങ്ങനെ എന്തെങ്കിലും ദുരന്തത്തിൽ ചെന്നേ അവസാനിക്കുന്ന. അതുമാത്രല്ല, വേറെ ചില സംഭവങ്ങൾ കൂടെ ഉണ്ടായി. ചുമ്മാ പെണ്ണ് കെട്ടിയാൽ മാത്രം പോരാ. ഈ ഭാര്യമാർക്കേ പല വിധത്തിലുള്ള ആവശ്യങ്ങളും കാണും. അത് കണ്ടറിഞ്ഞ് ചെയ്യാൻ പഠിക്കണം. അല്ലാതെ പരപുരുഷന്മാരത് നിറവേറ്റി കൊടുക്കുന്നത് നാണക്കേടാ. എന്റെ അമ്മയെ പറ്റി അങ്ങനെ മോശമായി സംസാരിക്കുന്ന ഒരാള് ഇവിടെ വേണ്ടമ്മേ. ശരി, ഞാൻ ഇറങ്ങുവാ. അയ്യോ അയ്യോ സാറേ സാറേ, ദേ മേലെ എന്റെ ഫോണിൽ വിളിച്ച നിന്റെ കൈയും കാലും വെട്ടോടാ പട്ടി. നിന്റെ ഓഫീസിലോ വീട്ടിലോ എവിടെയാന്ന് വെച്ചാ ദേ അവിടെ വന്ന് വെട്ടി നോർക്കും ഞാൻ. ആ വൈരാഗ്യത്തിലാ അയാൾ വന്ന ഹോട്ടൽ പൂട്ടിയത് എന്ന് കരുതി അയാള് കൊഞ്ചാനും കുഴയാനും വരുമ്പോ നിന്ന് കൊടുക്കാൻ പറ്റുമോ ശാരികേച്ചി? ശാരദാമ്മയുടെ മക്കളെ പറ്റി അയാൾ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നെ? പഴയ ആ കെട്ടുറപ്പൊക്കെ പോയി ശാലിനി. ശാരദാമ്മയുടെ കുടുംബം ഇപ്പോ ഒരു നാഥനില്ലാത്ത കപ്പല. അച്ഛനെ ജാമ്യത്തിൽ ഇറക്കാൻ 2 ലക്ഷം രൂപ വേണമെന്നും ബാലചന്ദ്രന്റെ അല്ല ഏത് പിശാചിന്റെ അടുത്തു നിന്നും കടം വാങ്ങാമെന്നും പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടത് അമ്മയാ. അച്ഛൻ വീട്ടിൽ താമസം തുടങ്ങിയേക്കുമെന്ന് തോന്നിയപ്പോ അതേ അമ്മ തന്നെ തെരുവിലേക്ക് ഇറക്കി വിട്ടു.
അച്ഛൻ പുറത്തു നിൽക്കുന്നുണ്ടെങ്കിലും നമ്മുടെ കുടുംബത്തിനൊരു വലിയ ബലമായിരുന്നു. ചോദിക്കാനോ സംരക്ഷിക്കാനോ ആരാ ഉള്ളത്? ശരിയേച്ചി, എന്റെ ഭർത്താവ് എല്ലാം തികഞ്ഞ ഒരാണാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. വിഷ്ണുവേട്ടന്റെ പേര് കേട്ടാ മതി, പിന്നെ നിങ്ങളെ ആരെയും തൊടാൻ പോലും ധൈര്യപ്പെടില്ല ഒരുത്തിനും.